ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജമ്മു കശ്മീരിൽ ഇന്ത്യ സഖ്യത്തിനും ഹരിയാനയിൽ BJPക്കും ജയം. ജമ്മു കശ്മീരിൽ 10 വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ഭൂരിപക്ഷം നേടി. സംസ്ഥാന പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള കശ്മീരിൽ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകും. BJP മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചപ്പോൾ PDPയുടെ തകർച്ചയാണ് ജമ്മു കശ്മീരിൽ ശ്രദ്ധേയമായത്. जो हमें खत्म करने के लिए आए थे मैदान में, वो खुद ही मतलब उनका कोई नामो निशान नहीं रहा, लेकिन हमारी जिम्मेदारियां बढ़ जाती हैं. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിട്ടും ഹരിയാനയിൽ BJP നേടിയത് ഹാട്രിക് ജയമാണ്. അന്തിമ ചിത്രമായിട്ടില്ലെങ്കിലും ഹരിയാനയിൽ BJP കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചിട്ടുണ്ട്. നായബ് സിംഗ് സേനി തന്നെ മുഖ്യമന്ത്രിയായി തുടരും. मैं हरियाणा की जनता का जहां दिल से धन्यवाद करता हूं, उनको प्रणाम करता हूं, वहीं आदरणीय प्रधानमंत्री जी के नेतृत्व में जो ये तीसरी बार हरियाणा की ऐतिहासिक जीत हुई है, इसके लिए भी मैं प्रधानमंत्री जी का धन्यवाद करता हूं. मैं अपनी उच्च लीडरशिप का धन्यवाद करता हूं. मैं हरियाणा के लाखों भारतीय जनता पार्टी के कार्यकर्ताओं का. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കോൺഗ്രസ് സംശയം പ്രകടിപ്പിച്ചു. വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ കോൺഗ്രസ് ബഹുദൂരം മുന്നിലായിരുന്നുവെങ്കിലും പിന്നാലെ BJP ലീഡ് ഉയർത്തുകയായിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം അപ്ലോഡ് ചെയ്യാൻ വൈകിയെന്ന പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. കോൺഗ്രസ് ആരോപണം ശരിവയ്ക്കുന്ന ഒന്നും കണ്ടെത്തിയില്ല. ചട്ടപ്രകാരമാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വിനീത വിജിയും R അച്യുതനും വിശദാംശങ്ങളുമായി. ആദ്യം വിനീത വിജിയിലേക്ക്. വിനീത, കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. എക്സിറ്റ് പോളുകൾ കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗമുണ്ടാകുമെന്നൊക്കെ പ്രവചിച്ചിരുന്നു. എന്നാൽ അതെല്ലാം അസ്ഥാനത്താക്കി, മുഴുവൻ പ്രതീക്ഷയും അസ്ഥാനത്താക്കിക്കൊണ്ട് ഹാട്രിക് നേടിയിരിക്കുകയാണ് BJP. അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാകാമെന്ന വിലയിരുത്തലുകളിലേക്ക് കോൺഗ്രസ് കടന്നോ? തീർച്ചയായും അനുജ, അത്തരം വിലയിരുത്തലുകളിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു. ഇതിനോടകം തന്നെ നേതാക്കളുടെ അടക്കം പ്രതികരണം കൂടി ലഭ്യമാവുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായും അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ഈ മെഷീൻ, ഈ EVM മെഷീനെ സംബന്ധിച്ചുകൊണ്ടുള്ള ചില ആരോപണങ്ങൾ തന്നെയാണ്. അനുജ സൂചിപ്പിച്ചതുപോലെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു ഇന്ന് രാവിലെ മുതൽ കോൺഗ്രസ് ക്യാമ്പുകൾ. രാവിലെ തന്നെ AICC ആസ്ഥാനത്ത് വലിയ ആഘോഷ പരിപാടികൾ, അതായത് ഈ വോട്ടെണ്ണി തുടങ്ങുന്ന 8 മണിക്ക് മുൻപ് തന്നെ പ്രവർത്തകർ അവിടെ എത്തുകയും അവർ അവിടെ ആഘോഷ പരിപാടികളൊക്കെയായി നടത്തുകയും ചെയ്തു. വളരെ പിന്നാലെ ഏതാണ്ട് ഒരു 2 മണിക്കൂർ പിന്നിട്ടപ്പോൾ തന്നെ ആ ലീഡ് നില അത് ഇങ്ങനെ മാറി മറയുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. ഈ BJPക്ക് ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പ്രചരണായുധമാക്കി അവർ രംഗത്തിറക്കിയിരുന്നുവെങ്കിൽ പോലും ഒരു ശക്തമായ ഒരു തിരിച്ചടി എന്ന് കൂടി നമുക്ക് കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഈ ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ അത് കോൺഗ്രസിന് സ്വരൂപിക്കാൻ കഴിഞ്ഞുവെങ്കിലും മറ്റു വോട്ടുകൾ അത് കൃത്യമായി കോൺഗ്രസിലേക്ക് എത്തിയോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഭൂപേന്ദ്ര ഹൂഡയെ മുന്നിൽ നിർത്തി ജാട്ട് വിഭാഗത്തിലെ വോട്ടുകൾ കേന്ദ്രീകരിച്ചപ്പോൾ BJP ഈ ജാട്ടിതര വോട്ടുകളിലേക്ക് കൂടുതൽ ലക്ഷ്യം വെക്കുകയും ആ വോട്ടുകൾ കൃത്യമായി ക്രമീകരിക്കുകയും ആ വോട്ടുകൾ അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ഇതിന് പിന്നാലെ ഈ എക്സിറ്റ് പോൾ ഫലമൊക്കെ വന്നതിന് പിന്നാലെ തന്നെ ഈ കോൺഗ്രസിനുള്ളിലെ ചില ഉൾപോരുകൾ കൂടി ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ പരാജയത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിയതെന്നാണ് ഇപ്പോൾ ഉണ്ടാകുന്നൊരു വിമർശനം. അതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഈ മുഖ്യമന്ത്രി പദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുമാരി സെൽജയും ഹൂഡയും ഒക്കെ തമ്മിലുള്ള തർക്കങ്ങൾ അതിന് പിന്നാലെ പുറത്തു വന്നിരുന്നു. ഈ പല പ്രശ്നങ്ങളും ഈ പാർട്ടിക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. അത് പുറത്തിറക്കം വരികയും പിന്നീട് രാഹുൽ ഗാന്ധി തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഹരിയാനയിൽ പോവുകയും കുമാരി സെൽജയുമായൊക്കെയായി സംസാരിക്കുകയും ചെയ്തു. ഇതിനിടെ കുമാരി സെൽജ BJPയിലേക്ക് പോകുന്ന ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഉൾപോരും കോൺഗ്രസ് പ്രതിസന്ധിയിലേക്ക് ആക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് വിമർശനം എന്ന രീതിയിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ പ്രതീക്ഷകൾക്കൊക്കെ തന്നെ വിഭിന്നമായ ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള വോട്ട് അത് ശേഖരിക്കാനോ അത്തരം വോട്ടുകൾ കൃത്യമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനോ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്ന് കൂടി പറയേണ്ടി വരും. ഈ ജാട്ട്, ദളിത്, മുസ്ലിം വോട്ടുകൾ കോൺഗ്രസ് കേന്ദ്രീകരിച്ചപ്പോൾ മറ്റ് വോട്ടുകൾ, ബ്രാഹ്മണ വോട്ടുകളടക്കം കൃത്യമായി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും
BJP അടക്കമുള്ള ചില മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു BJPക്ക്. ആ മണ്ഡലങ്ങളിലെ വോട്ടുകൾ ഉൾപ്പെടെ അവർക്ക് കൃത്യമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ കഴിയുകയും ചെയ്തു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് ഈ പരാജയത്തിലേക്കടക്കം അവരെ എത്തിച്ചത്. പക്ഷേ ഈ ഏതാണ്ട് മണിക്കൂറുകൾക്ക് പിന്നാലെ തന്നെ ആരോപണമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റുകളിൽ കൃത്യമായിട്ടുള്ള അപ്ഡേഷനുകൾ ഉണ്ടാകുന്നില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ പവൻ ഖേരയും ജയറാം രമേശും ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നത്. പിന്നാലെ ഇവർ ഇലക്ഷൻ കമ്മീഷന് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു, പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ പറയുന്നത് ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ചില നടപടികൾ നടക്കുന്നുണ്ട്, ഇത്തരം നടപടികൾക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം, ഒപ്പം തന്നെ വളരെ വേഗത്തിലും സുതാര്യമായിട്ടുമുള്ള രീതിയിൽ ഈ അപ്ഡേഷനുകൾ അപ്ലോഡ് ചെയ്യണമെന്നുമാണ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ആരോപണം ഇലക്ഷൻ കമ്മീഷൻ തന്നെ തള്ളി രംഗത്തെത്തിയിരിക്കുന്നു. ഇതിനോടകം തന്നെ ഈ പരാജയ കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ ചർച്ചകളിലേക്ക് അടക്കം കടന്നു എന്ന് കൂടിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. അനുജ, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. അച്യുതൻ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. അച്യുതന്, ജമ്മു കശ്മീരിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് എത്തുകയാണല്ലോ. ഒമർ അബ്ദുള്ള തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന് പറയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ അച്യുതൻ? ഉന്മേഷ്, തീർച്ചയായിട്ടും അത് വലിയൊരു നേട്ടമാണ് ഇന്ത്യ സഖ്യത്തിന് ജമ്മു കാശ്മീരിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പ് മാത്രമല്ല, അത് BJP വലിയ രീതിയിലുള്ള പ്രചാരണമാക്കി. നയാ കാശ്മീർ എന്ന തരത്തിലാണ് ഈ BJP തന്നെ അവരുടെ പ്രചാരണം സജീവമായി നടത്തിയത്. പക്ഷേ അവർക്ക് വേണ്ട ഒരു നേട്ടം അത് BJPക്ക് കാര്യമായി ഈ ജമ്മു കാശ്മീരിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചില്ല. മറിച്ച് അവിടെ നാഷണൽ കോൺഫറൻസിന് ഒരു ആധിപത്യം ഉണ്ടായിരിക്കുന്നു. അവർ ആ ഇന്ത്യ സഖ്യം, അതായത് NCയും കോൺഗ്രസും ചേർന്ന് നിന്ന ആ സഖ്യ വിജയം കണ്ടു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ പുറത്തു വന്നിരിക്കുന്ന ഫലങ്ങൾ. എന്തായാലും അത് BJPയെ സംബന്ധിച്ച് കൂടുതൽ വിലയിരുത്തലുകളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. കാരണം നേരത്തെ PDPയുമായി ചേർന്നാണ് BJP സർക്കാർ അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം അത് പിരിച്ചുവിടുകയും ഒടുവിൽ വീണ്ടും ഈ പറഞ്ഞതുപോലെ രാഷ്ട്രപതി കേന്ദ്രഭരണത്തിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് പിന്നാലെ ഒരു തെരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീർ അഭിമുഖീകരിക്കുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ച് അത് കൂടുതൽ വിശകലനങ്ങളിലേക്ക് പോകുന്ന ഒരു അധ്യായം കൂടിയാണ് ജമ്മു കാശ്മീർ. മറിച്ച് ഹരിയാനയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ആശ്വാസം, അത് കൂടുതൽ ഊർജ്ജം പകരുന്ന ഒന്നായി ഇപ്പോൾ മാറിയിരിക്കുന്നു. കാരണം ഭരണവിരുദ്ധ വികാരം നിലനിന്നിട്ടും പ്രതികൂല സാഹചര്യങ്ങൾ ഒട്ടനവധി ഉണ്ടായിരുന്നിട്ടുമാണ് അവിടെ BJPക്ക് മൂന്നാമതും ഒരു വിജയം ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്നത്. അത് വലിയ രീതിയിൽ അവലോകനം ചെയ്ത് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഇന്ന് BJPയുടെ ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയും JP നദ്ദയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും ആ അഭിസംബോധനയുടെ ഭാഗമാകും എന്ന് തന്നെയാണ് അറിയുവാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ പ്രകടന പത്രികയാണ് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വോട്ടർമാരിൽ വരുത്തിയത് എന്നുള്ള വിശകലനമുണ്ട്. കാരണം ഒരുപാട് പദ്ധതി പ്രഖ്യാപനങ്ങൾ, അത് പ്രത്യേകിച്ചും സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, അത് ഒരു നേട്ടം BJPക്ക്, ഒരു മേൽക്കൈ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട BJPക്ക് ഉണ്ടായി എന്നതും നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടതാണ്. 2100 രൂപയോളം പ്രതിമാസം വനിതകൾക്ക് നൽകുമെന്നത്, 2.5 ലക്ഷത്തോളം വരുന്ന ജോലി വാഗ്ദാനം, ഒപ്പം അഗ്നിവീർ പദ്ധതി, ആ അഗ്നിവീറുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് ഗവൺമെന്റ് ജോലി ഉറപ്പാക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായി എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ നിലവിലെ ഈ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് പ്രകടമാകുന്നത്. ഉന്മേഷ്, അനുജ.